ഈ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയുടെ ടീസർ ഇറങ്ങി ഓരോ ദിവസവും പുതിയ പുതിയ അപ്ഡേറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ വലിയ ചൂട് പിടിച്ച ചർച്ചകൾ ഇങ്ങനെ എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുക. അതിനകത്ത് പ്രധാനമായിട്ടുള്ള ഒരു ചോദ്യമാണ്, മമ്മൂക്ക ഉണ്ടോ ഇല്ലയോ? മറ്റേ സിനിമയിൽ മോഹൻലാൽ വരുമോ ഇല്ലയോ എന്ന് ചോദിച്ച പോലെ മമ്മൂക്ക ഈ സിനിമയിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് എല്ലാവരുടെയും ചർച്ച. ഇത് ആരാഗ്രഹിക്കുന്ന മമ്മൂക്ക വേണം എന്നുള്ളതിനെ ആരാണ് ആഗ്രഹിക്കുന്നത്? മമ്മൂക്ക ഫാൻസുകാർ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ? മോഹൻലാൽ ഫാൻസ് ഒരിക്കലും അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇതിൽ ആർക്കാണ് ആഗ്രഹം എന്നെനിക്ക് പിടികിട്ടുന്നതില്ല. അതായത് ഈ സിനിമ എന്ന് പറഞ്ഞാൽ വലിയ ബഡ്ജറ്റ് വരുന്നത് ഒരുമാതിരി എന്നാ പറയുക, ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ വലിയ വിജയം സാധ്യതയുള്ളൊരു സിനിമയാണ് അല്ലേ? അപ്പോൾ അതിനകത്ത് മമ്മൂക്ക വരണം എന്ന് ആർക്കാണ് ആഗ്രഹം? ഇനി അങ്ങനെ വരണം എന്തിനാണ് ഇവർ ആഗ്രഹിക്കുന്നത്? അതാണ് എൻ്റെ ഒരു ചോദ്യം. മുരളി ഗോപി തിരക്കഥ എഴുതി പൃഥ്വിരാജ് ഡയറക്റ്റ് ചെയ്ത് മോഹൻലാലിനെ നായകനാക്കി ചെയ്യുന്നതാണല്ലോ ഈ 3 സിനിമകളും. ഇതിൻ്റെ ആദ്യത്തെ ഭാഗമാണ് ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ. ആ സിനിമ വൻ വിജയമായിരുന്നു അല്ലേ? അപ്പോൾ അതിൻ്റെ ഹൈപ്പ് എന്തായാലും എമ്പുരാനും ഉണ്ട്. പ്രത്യേകിച്ചും പൃഥ്വിരാജ് ഡയറക്റ്റ് ചെയ്യുന്നു. ഒരുപാട് ടെക്നിക്കൽ പരമായിട്ടൊക്കെ വളരെ മുമ്പിലാണെന്നൊക്കെ പറയപ്പെടുന്നു. നമുക്ക് തിയേറ്ററിൽ കാണാം. അപ്പോൾ അത്രയും ഹൈപ്പുള്ള ഒരു സിനിമ. ഇതിനകത്ത് ഇനി മമ്മൂക്ക വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ സിനിമ വിജയിക്കത്തുള്ളൂ. അത് മോഹൻലാലിൻ്റെ സിനിമയല്ലേ? എന്തിനാണ് ആളുകൾ ഇങ്ങനെ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചിന്തിച്ച് കൂട്ടുന്നതെന്ന് എനിക്ക് പിടികിട്ടുന്നില്ലാത്ത. ഇതിനകത്ത് മമ്മൂക്ക ഉണ്ടെങ്കിൽ എന്ത്, ഇല്ലെങ്കിൽ എന്ത്? മമ്മൂക്ക ഉണ്ടെങ്കിൽ മമ്മൂക്ക ഫാൻസ് അതൊരു വലിയ പോസിറ്റീവായിട്ട് എടുക്കും. അതായത് കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ഒരു പാർട്ടി ഇങ്ങനെ വിളിച്ച് പറയുന്നത് കേട്ടായിരുന്നു. ഒരു വലിയ മമ്മൂക്ക ഫാന് പുള്ളി പറഞ്ഞ, അതായത് നരസിംഹത്തിനകത്ത് മമ്മൂക്ക ഉണ്ടായിരുന്നുകൊണ്ടാണ് ആ സിനിമ അങ്ങോട്ട് വിജയിച്ചത് എന്ന്. അതായത് 2.5 മണിക്കൂറിൻ്റെ സിനിമ അവസാനത്തെ 10-15 മിനിറ്റ് മമ്മൂക്ക വന്നതോടുകൂടി മമ്മൂക്കയാണ് ആ സിനിമ ഉണ്ടായത് എന്നാണ് ഇയാൾ ഈ പറയുന്നത്. അതൊക്കെ ഈ ഭൂലോക ബ്ലണ്ടർ പൊട്ടത്തരം എന്നല്ലാതെ അതിനെക്കുറിച്ചൊക്കെ എന്ത് പറയാനായിട്ട്. എനിക്ക് തോന്നുന്നു ഇതിനകത്തെ മമ്മൂക്ക വളരെ പ്രധാനപ്പെട്ട ഒരു റോളിലെത്തുന്നുണ്ട്. ഈ ലേറ്റ് ആയിട്ട് വന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് വരുമെന്ന് പറഞ്ഞില്ലേ? മമ്മൂക്ക ഇങ്ങനെ വന്നുള്ള സിനിമയുടെ അവസ്ഥ എന്തായിരിക്കും? നരസിംഹം പോലെ ആവും. നരസിംഹത്തിൽ നിങ്ങൾ കണ്ടായിരുന്നു സിനിമ? അതായത് മമ്മൂക്ക വന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ ബാക്കിയുള്ള പോർഷനിൽ മോഹൻലാൽ മൊത്തത്തിൽ സൈലന്റ്. പിന്നെ പടം കൊണ്ടുപോയത് മമ്മൂക്ക. അപ്പൊ അതുപോലെ മാരാറിന്റെ തട്ട് അത് താന്നു തന്നെ ഇരിക്കും. അതിന് എത്ര കൊമ്പന്മാർ വന്നിരുന്നാലും അത് താന്നു തന്നെ ഇരിക്കും. അപ്പം ഇതും അത് തന്നെ ആയിരിക്കും. കാരണം ലാലേട്ടന്റെ ഒരു വലിയൊരു എന്താ പറയാ, ഒരു തിരിച്ചു വരവിന്. അങ്ങനെയാണെങ്കിൽ സമ്മർ ഇൻ ബത്ലഹേം എന്ന് പറഞ്ഞ സിനിമയിൽ അവസാനം മോഹൻലാൽ വരുന്നുണ്ടല്ലോ. അപ്പോൾ ആ മോഹൻലാൽ വരുന്നത് കൊണ്ടാണ് ആ സിനിമ വിജയിച്ചത്. ബാക്കിയുള്ള സമയങ്ങളിൽ, അതായത് ഈ പറഞ്ഞ പോലെ 2.5 മണിക്കൂറിനകത്ത് 10 മിനിറ്റ് മാത്രമേ നല്ലതുള്ളൂ. ബാക്കിയൊക്കെ ഒരു വിധത്തിലാണ് കണ്ടു തീർത്തെ. ആ മോഹൻലാൽ വന്നതുകൊണ്ട് മാത്രമാണ് വിജയിച്ചത് എന്ന് സമ്മതിച്ചു കൊടുക്കേണ്ടി വരും. പറ്റുമോ? അതില്ലല്ലോ. അങ്ങനെ വരുമ്പം എങ്ങനെയാണ് ഈ നരസിംഹം എന്ന് പറഞ്ഞ സിനിമയിൽ മമ്മൂക്ക വന്നതുകൊണ്ട് മാത്രമാണ് വിജയിച്ചതെന്നൊക്കെ പറയുന്നത്? അതൊക്കെ ചുമ്മാ ജയിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഊളത്തരങ്ങൾ ഇങ്ങനെ വിളിച്ച് പറയുന്നതല്ലേ. ഇപ്പോൾ ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിൽ അഥവാ മമ്മൂക്ക ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ കിടന്ന് പറയുന്നത് മൊത്തം എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ കണ്ട് ഇതെന്തിനാ മമ്മൂക്ക അതിൻ്റെ അത് വന്നിട്ട് പ്രത്യേകിച്ച് വല്ല കാര്യം വല്ലതും ഉണ്ടോ? ഇല്ല. ഈ പറഞ്ഞ പോലെ സമ്മർ ഇൻ ബത്ലഹേം എന്ന് പറഞ്ഞ സിനിമയിൽ മോഹൻലാൽ വന്നത് കൊണ്ട് നമുക്കത് അത്ര സൂപ്പറായിട്ട് തോന്നുന്നു. മോഹൻലാലിൻ്റെ സ്ഥാനത്ത് ഈ പറഞ്ഞ പോലെ മമ്മൂക്ക വന്നാലും ഒരു പക്ഷേ ഓക്കെ, പക്ഷേ അതിന് വേറൊരു ആക്ടിങ് സ്റ്റൈലായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഫാൻസുകാർ, ഈ ഫാൻ ഫൈറ്റിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഫാൻസുകാർക്ക് അടി പിടിക്കാൻ വേണ്ടിയിട്ടൊരു കാരണം കൂടെ ആകും, അത്ര മാത്രമേ ഉള്ളൂ. ഈ ബിഗ് ബിയുടെ സെക്കൻഡ് പാർട്ട് വരുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അതായത് ബിലാൽ എന്ന് പറഞ്ഞ എന്തോ സിനിമ വരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അവസാനം ലാലേട്ടൻ വരുന്നു, ലാലേട്ടൻ്റെ ഭാഗമാണ് മറ്റേതാ മറിച്ചാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുതിയൊരു ക്യാമ്പയിനും കൂടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് അവസാനം സാഗർ അലീസ് ജാഗിയായിട്ട് ലാലേട്ടൻ വരികയാണ്. അപ്പോൾ ഇവരെന്തായിരിക്കും പറയാൻ പോകുന്നത്? ഈ പറഞ്ഞ പോലെ ഈ മമ്മൂക്ക ഫാൻസുകാർ പറയുമോ ഈ നരസിംഹത്തിനകത്ത് മമ്മൂക്ക വന്ന് കസറിയ പോലെ ഈ ഇതിനകത്ത് ബിലാലിനകത്ത് ലാലേട്ടൻ വന്നതുകൊണ്ടാണ് അത്ര നല്ല സെറ്റപ്പായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സമ്മതിക്കുമോ? ഒരിക്കലും സമ്മതിക്കത്തില്ല. അതുപോലെ തന്നെ മനോങ്കിൾ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് മോഹൻലാൽ ഇടയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ മോഹൻലാൽ ഇടയ്ക്ക് വന്നതുകൊണ്ടാണ് ആ സിനിമ അത്രയ്ക്കും ഹൈപ്പ് കയറി വിജയിച്ചത് എന്ന് പറഞ്ഞാലോ? എൻ്റെ പൊന്നടവേ, ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. അതിനാ നേരം കാണത്തുള്ളൂ. അതുകൊണ്ട് അതൊക്കെ അങ്ങ് വിട്ടുകളാം. എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് ഈ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ഡയറക്ടർ ഒരു കാരണവശാലും മമ്മൂക്കയെ ഈ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയിലേക്ക് കൊണ്ടുവരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ചുമ്മാ ഒരു പക്ക എന്നാ പറയുന്നത്, ചുമ്മാ ഫാൻസുകാർക്ക് തമ്മിൽ തല്ലാൻ വേണ്ടിയിട്ട് മാത്രമുള്ള രീതിയിലോട്ട് ഇതിനെ കൊണ്ടുപോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് കുറച്ച് ക്വാളിറ്റി കണ്ടൻറ്റും കൂടെയാണ്. മുരളി ഗോപി ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ തിരക്കഥയും കാര്യങ്ങളൊക്കെ കൈകാര്യം എഴുതി വെച്ചിരിക്കുന്നതൊക്കെ. അപ്പോൾ അതിനകത്തോട്ട് ഈ മമ്മൂക്ക വന്നതുകൊണ്ട് ക്വാളിറ്റി നശിക്കും അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ചുമ്മാ ഫാൻസുകാർക്ക് തമ്മിൽ തല്ലാൻ വേണ്ടിയിട്ട്
മമ്മൂക്ക വരുന്നു, ജറാമ വരുന്നു, അല്ലെങ്കിൽ എന്നാ ഫഹദ് ഫാസിൽ വരുന്നു, ഇങ്ങനെ പല നടന്മാരെ എല്ലാം കൊണ്ടുവന്നിട്ട് ഇതിനകത്തോട്ട് കൊണ്ട് കുത്തി കയറ്റിയിട്ട് അങ്ങനെ കയറ്റി കഴിഞ്ഞാൽ ഇതിൻ്റെ ചർച്ച തന്നെ വേറൊരു ലെവലിലോട്ടായി പോകും. മനസ്സിലായി? ഇത്രയും നല്ല ക്വാളിറ്റി കണ്ടൻറ്റും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ട് ടെക്നിക്കൽ സൈഡും ഒക്കെ അത്രയും ബ്രില്യൻ്റ് ആക്കിയ ഒരു സിനിമയ്ക്കകത്തോട്ട് ഇങ്ങനെ പല പല നടന്മാരെല്ലാം വന്നു കഴിയുമ്പം ഇതിൻ്റെ ചർച്ച മറ്റൊരു രീതിയിലായി പോവില്ലേ? എമ്പുരാൻ എന്നുള്ള ഈ സിനിമയെ ആ ഒരു ലെവലിലോട്ടുള്ള ചർച്ചകളിലേക്കൊക്കെ കൊണ്ടുപോകാനായിട്ട് പൃഥ്വിരാജ് ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ.